ക്രേസി ഗേൾ. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് കോട്ടയം ലുലുവാളി പോകുകയാണ് ഗൈസ്. അപ്പൊ നമ്മൾ അവിടെ ഫണ്ടൂരെ കൊണ്ടുപോകും. ഫണ്ടൂര് സോഫ്റ്റ് പ്ലേ കേൾക്കാം. ഗൈസ് അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടിയിലാണ്. അപ്പം ഇതാണ് ക്ലൂസ് പൊടി. ഇത് മറ്റേ ഇത് ആരാന്ന് പറഞ്ഞു കൊടുക്ക്. ഇത് വാപ്പിച്ചി ക്ലൂസ് പൊടി ആയിരിക്കും. ഇതാണ് ഞാൻ. അത് എല്ലാവർക്കും അറിയാം നിന്നെ. അപ്പൊ ഓക്കെ, അപ്പം നമ്മൾ ലുലു മാളിൽ എത്തിയിട്ടുണ്ട്. കൊച്ചിയിലും ട്രിവാൻഡ്രത്തും ഒക്കെ നമ്മൾ പോയിട്ടുള്ളതാണ്. പക്ഷേ അത് വെച്ചിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഒരു കാൽഭാഗമേ ഉണ്ടാവുള്ളത്. എന്തായാലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ തിരക്ക് കുറയട്ടെ എന്ന് ഓർത്താണ് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്ത് നിന്നത്. പക്ഷേ എനിക്കൊന്ന് സൺഡേ ആയതുകൊണ്ടും പിന്നെ ഞങ്ങൾ ഇറങ്ങിയ ടൈമും അത്ര നല്ലതല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും എന്തായാലും നല്ല തിരക്കായിരുന്നു. നേരെ ഞങ്ങൾ ചെന്നത് ഫണ്ടൂറായിലോട്ടായിരുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ പൈസ കളയുന്ന ഒരു ഗെയിമാണിത്. ചുമ്മാ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. എപ്പോഴും ഞങ്ങൾ അടിയിടുന്ന ഒരു പരിപാടിയാണ്. ഞാൻ എപ്പോഴും ഇതിൽ കയറണം. പിന്നെ അയിമ ആണെങ്കിൽ വന്ന ഉടനെ തന്നെ സോഫ്റ്റ് പ്ലേ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഭയങ്കര കരച്ചിലും ബഹളവും. സോഫ്റ്റ് പ്ലേ കളിക്കണം, അതിൽ കയറണം എന്നും പറഞ്ഞ് അങ്ങനെ എന്തായാലും ലാസ്റ്റ് അവിടെ കൊണ്ട് കയറ്റി വിട്ട്. പിന്നെ ഇനി 1 മണിക്കൂറത്തേക്ക് ഫ്രീയാണ്. അപ്പം ആ സമയത്ത് അയാൻ മറ്റേ കാറ് റൈഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാപ്പിച്ചിയെ വിളിച്ച് കയറ്റി രണ്ടുപേരും കൂടെ കുറേ നേരം അതിൽ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 3D സിനിമ കാണാനായിട്ട് കയറി, ഞങ്ങൾ 3 പേരും കൂടെ. പക്ഷേ ട്രിവാൻഡ്രത്തും ഞങ്ങൾ കയറിയിട്ടുണ്ട് ഇതിൽ. അതിനേലും കുറച്ചും കൂടെ ബെറ്ററായിരുന്നു ഇത്. അപ്പം അതൊക്കെ കഴിഞ്ഞത്തിന് അവളുടെ സമയമായി. അങ്ങനെ ഞാൻ ചെന്ന് നോക്കുമ്പം പുള്ളിക്കാരി ഇറങ്ങാനുള്ള പരിപാടി നിൽക്കുമായിരുന്നു. ഫോൺ ചെയ്യാനായിട്ട് തുടങ്ങുമായിരുന്നു അവർ തന്നെ. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പം മറ്റേ കുറച്ച് ഇതൊക്കെ കുറവായിരുന്നു, ചെറിയ സംഭവമായിരുന്നു. അവിടെ കൊച്ചിയിലൊക്കെ കുറച്ചും കൂടെ വലുതായിരുന്നു. അങ്ങനെ എന്തായാലും ലാസ്റ്റ് വീണ്ടും അടുത്ത സ്ഥാനത്തേക്ക് കയറണമെന്നും പറഞ്ഞ് കറഞ്ഞ് നിൽക്കുമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ എല്ലാത്തിനും ഹൈറ്റിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. അങ്ങനെ ഫൈനലി ഇത് സെറ്റായിരുന്നു അവൾക്ക്. അങ്ങനെ അതിൽ കയറി ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ തിരിച്ചിറങ്ങി. ഇനി അടുത്ത പരിപാടി, ഇനി അടുത്ത സാധനത്തിൽ കയറണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അയാനൊരു കാർ റേസിങ്, അവന് റേസിങ്ങും കാര്യങ്ങളൊക്കെയാണ് താല്പര്യം. വീണ്ടും നമ്മൾ മറ്റേ ഫസ്റ്റ് കയറി വന്ന പാവയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതിന് കുറേ വാപ്പിച്ചിടെ വായിരിക്കുന്നതൊക്കെ കേട്ട് വീണ്ടും ഒന്നും കൂടെ രണ്ടുപേരും കൂടെ ചെയ്ത് വീണ്ടും കുളവാക്കി. അങ്ങനെ ഞങ്ങളത് ലുലു കണക്റ്റിൽ കയറി. എനിക്കൊരു ട്രൈപ്പോഡ് നോക്കണമായിരുന്നു. വീഡിയോസൊക്കെ എടുക്കുമ്പം അതിൻ്റേതായ ഒരു പെർഫെക്ഷൻ കുറവൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു ട്രൈപ്പോഡ് വാങ്ങിക്കാൻ നോക്കിയത്. പക്ഷേ ആ സാധനം അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു വയർലെസ് മൗസും പിന്നെ ഞാനൊരു ബോട്ടിൻ്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും വാങ്ങി. പിന്നെ കാറിൽ വെക്കുന്ന മൊബൈൽ ഹോൾഡറും ഒക്കെ വാങ്ങിച്ചു. ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പയ്യെ അടുത്ത ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് നീങ്ങി, ഫാഷൻ സെക്ഷനിലേക്ക് നീങ്ങി. അങ്ങനെ അയിമാക്കും അയാനും ഒക്കെ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. പക്ഷേ അയിമാക്ക് നോക്കുന്ന മുഴുവൻ അവൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് വേണ്ടത്, ഫുള്ള് കിടക്കുന്നത് പോലത്തത്, അല്ലെങ്കിൽ ഇതേപോലത്തെ ചെറിയ നിക്കർ. അങ്ങനെ എന്തായാലും 2 സ്കേർട്ടൊക്കെ എടുത്തു. അങ്ങനെ അടുത്തത് അവൾക്ക് ഫേവററ്റ് ആയിട്ടുള്ള ബാഗ് വേണമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ പിന്നെ നോക്കിയപ്പം അത് ഇച്ചിരി റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് ഇതിലേക്ക് കുറേ നേരമൊക്കെ നടന്നിട്ട് ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ അതവിടെ വെച്ച്. പിന്നെ 2 ടെഡി വാങ്ങിച്ചു കൊടുത്ത് സമാധാനിപ്പിച്ചു. അങ്ങനെ ബില്ലടിക്കാൻ നിൽക്കുമായിരുന്നു. ബില്ലടിക്കുമ്പോഴും അയിമ അവിടെ കിടന്ന് പറയുന്നുണ്ട്, ഉമ്മച്ചി ഇതെനിക്ക് വാങ്ങിച്ചു തരണം. അപ്പം ഞാൻ പറഞ്ഞു ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതാക്കി സെറ്റാക്കി. അങ്ങനെ നേരെ വന്ന് വേഫേഴ്സ് വേണമെന്നും പറഞ്ഞ് വഴക്കായിരുന്നു. അങ്ങനെ വേഫേഴ്സ് വാങ്ങിക്കാനായിട്ട് അവിടെ ഓർഡർ ചെയ്തിട്ട് അവിടെ കിടന്നുകൊണ്ട് എന്തൊക്കെയോ കാണിക്കൽ, ഡാൻസായിരുന്നു, ഭയങ്കര ഡാൻസാണ്, ഭയങ്കര എനർജി ആയിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ഈ പാട്ട് ഏതാണെന്ന് മനസ്സിലായി കാണിക്കുന്ന ഭയങ്കര രസമായിട്ടവൾ പാട്ട് വെക്കാതെ തന്നെ ലിപ്പ് വെച്ചിട്ട് അവൾ പാടി കളിച്ചതാണ് തന്നെത്താനെ. അങ്ങനെ
കുറേ നേരമൊക്കെ കുറേ ഡാൻസൊക്കെ കളിച്ച ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെ എന്തായാലും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. മുഷിഞ്ഞ് വിശന്ന് കത്തിയിരിക്കുക ഞങ്ങൾക്ക് പിള്ളേരും എല്ലാം. കാരണം ഒരു 4:30 മണിയായപ്പോൾ കയറിയതാണ്. ഇപ്പോൾ ഏതാണ്ടൊരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അതുവരെയും ഞങ്ങളൊന്നും കഴിക്കാനൊന്നും കയറിയില്ല. അപ്പോൾ സാധനം വന്നിട്ടുണ്ട്. ഫസ്റ്റ് അയാൻ ഓർഡർ ചെയ്തത് ഓറിയോയുടെ വേഫേഴ്സ് ആയിരുന്നു. അത് സൂപ്പറാണെന്ന് അവൻ പറയുന്നുണ്ട്. പിന്നെ അയിമ ഓർഡർ ചെയ്തത് മിൽക്ക് ചോക്ലേറ്റ് ആയിരുന്നു വിത്ത് കിറ്റ്കാറ്റിൻ്റെ ഇത് വെച്ചിട്ട്. അത് സൂപ്പറായിരുന്നു. അങ്ങനെ ഞാനും ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് മധുരം അത്ര വലിയ ഇഷ്ടമല്ല, എന്നാലും കൊള്ളായിരുന്നു. അങ്ങനെ അടുത്ത ഇനി അവൾക്ക് KFC തിന്നണമെന്നും പറഞ്ഞുകൊണ്ട് വഴക്കിട്ടുകൊണ്ട് നിൽക്കുക. അപ്പം അയാന് KFC വേണ്ട, അയിമാക്ക് KFC വേണം. അങ്ങനെ രണ്ടുപേരും കൂടെ വാപ്പാടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും ഞങ്ങൾ ലിഫ്റ്റ് കയറാൻ വന്നപ്പോൾ അവിടെ 2 പിള്ളേരെ കണ്ടതിന് അവരുമായിട്ട് ആ ടെടിയും പിടിച്ചുകൊണ്ട് തുള്ളലകണമെന്നുണ്ട്. എന്നിട്ട് 2 പാവയെടുത്ത് കാണിക്കുന്നുണ്ട് എല്ലാവരെയും. അങ്ങനെ എന്തായാലും ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി അവിടെ നിന്നൊന്നും കഴിക്കാൻ നിന്നില്ല. ഞങ്ങൾ പുറത്തിറങ്ങി സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് അയിമ ഒരു വഴക്കിട്ടു. അയാനെ ഞാൻ ഫോട്ടോ എടുത്തു. അയാൻ്റെ കൂടെ ഫോട്ടോ എടുത്തു, അവളുടെ കൂടെ ഫോട്ടോ എടുത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് മൂഷിട് പിടിച്ച് മാറിയിരിക്കുകയാണ് അവൾ. ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവൾ പിണങ്ങി കരഞ്ഞു പോയി കിടന്നു. അങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരി എത്തി. അവിടുന്ന് കാസി കിച്ചണിൽ കയറി മന്തി കഴിക്കാമെന്ന് വിചാരിച്ച്. എന്തായാലും മന്തിയൊക്കെ ഓർഡറാക്കിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ ഇരിക്കുക ഞങ്ങൾ. നല്ല വിശപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അയിമയുടെ സ്നേഹപ്രകടനങ്ങളൊക്കെ ഉണ്ട്. ലാസ്റ്റ് വെള്ളം കുടിച്ച് വയറ് നിറച്ചുകൊണ്ടിരിക്കുക അവൾ. എല്ലാവരും ഫോണിലും ബിസി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് പ്ലേറ്റും സാലഡും മയോണൈസൊക്കെ വന്നപ്പോൾ അയിമ പയ്യെ പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ എല്ലാവർക്കും എടുത്ത് വിളമ്പും. അത് കഴിഞ്ഞപ്പോൾ ഫുഡ് വന്നു. അപ്പോൾ അയിമ ആദ്യമേ തന്നെ അയിമയുടെ പീസ് ചിക്കൻ എടുത്ത് വെച്ചു. പിന്നെ എല്ലാവരും എടുത്തു. നല്ല ടേസ്റ്റുള്ള ഫുഡാണ് അവിടുത്തെ. ഞങ്ങൾ മിക്കവാറും ചങ്ങനാശ്ശേരിയിൽ എൻ്റെ വീട്. അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോൾ മിക്കവാറും കഴിക്കാറുണ്ട്. അവിടെ പോയി സൂപ്പർ ഫുഡാണ്, നല്ല മന്തിയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ടയേർഡായിരിക്കും, സംസാരിക്കാനൊന്നും വയ്യല്ലേ ഇവ. ഇനിയിപ്പോൾ നമ്മളെങ്ങോട്ട് പോവാ? വീട്ടിലോട്ട് പോവാണ്. ആലപ്പുഴയ്ക്ക് പോകാമെന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ, ഗുഡ് നൈറ്റ്.